കമലഹാസൻ നിരീശ്വരവാദിയാണ്, ജനങ്ങളിലാണ് വിശ്വാസം, നിരീശ്വരവാദിയാണ് താനെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്ന ആലോചിക്കണം. അദ്ദേഹത്തിന് വിവാഹത്തിൽ വിശ്വാസമില്ല ഒരു മനുഷ്യനായിരുന്നു. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുക, വിശ്വാസം നഷ്ടപ്പെട്ട് പിരിഞ്ഞു പോകുക, ആ രീതിയിലൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ. ആദ്യം വാണിയെ വിവാഹം കഴിച്ചു, മലയാളിയായ വാണി നർത്തകിയെ കല്യാണം കഴിച്ചു. പിന്നെ അത് ബന്ധം ശിഥിലമായി പോയി. പിന്നീട് സരിക നടിയെയാണ് വിവാഹം കഴിച്ചത്. വിവാഹമായിട്ടില്ല, അവർ ഒരുമിച്ച് താമസിച്ച് 2 മക്കൾ പിറന്നു എന്നാലോചിക്കണം. ആ 2 മക്കളും സിനിമാ നടികളാണ്. പിന്നെ ഈ കുറേ കാലം കഴിഞ്ഞപ്പോൾ 2 പേരും വിവാഹം മോചിതരായി എന്നാലോചിക്കണം. ഇപ്പോഴും താൻ പറഞ്ഞത് എന്താ, തൻ്റെ മക്കളോടും പറഞ്ഞിരിക്കുന്നത് തൻ്റെ മരിച്ചാൽ മൃതശരീരം മെഡിക്കൽ കോളേജിന് കൊടുക്കണം, കണ്ണുകളും എല്ലാം ദാനം ചെയ്യണം. അത് ഒരു പരിധിവരെ മക്കളും സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് ആലോചിക്കണം. ഇങ്ങനെ ജീവിതത്തിൽ ചില നിശ്ചയദാർഢ്യങ്ങളുള്ളൊരു നടൻ, ആ നടനായിരിക്കെ തന്നെ ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർക്ക് നഷ്ടമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കമലഹാസൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.